വാട്ട്? പക്ഷെ ഞാൻ വേറെ അല്ലല്ലോ പിടിച്ചത്. വീണ്ടും ഇനിയാണ് ചേഞ്ച്. നമ്മൾ ഗണ്ണൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം. ഇവന്മാരെ വെട്ടിക്കുട്ടി ബാഗിലാക്കണം. ഓക്കെ, കളക്ട് ചെയ്ത് വെച്ചേക്കാം. ഞാനത് സെല്ല് ചെയ്തു. സ്കോഡ് മീൻസ് ഏതൊരു രണ്ടെണ്ണത്തിന് സ്കോറാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. എൻ്റെ കാരണം അപ്പുറത്ത് വെച്ചുണ്ടാക്കണം. കുറെ കാലത്തിന് ശേഷം വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, അമേരിക്കൻ മാർക്സ്മാൻ. സംഭവം ഗെയിം പുതിയൊന്നല്ല, നമ്മൾ പുതിയതായിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ മുന്നത്തെ വീഡിയോ അപേക്ഷിച്ച് കുറേ ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് ഫോർ എക്സാമ്പിൾ നമ്മളെ വീഡിയോയുടെ ക്വാളിറ്റിക്കാണെങ്കിലും വോയിസിൻ്റെ വോയിസ് ക്വാളിറ്റിക്കാണെങ്കിലും വീഡിയോ ലെങ്ത്തിനാണെങ്കിലും എഡിറ്റിംഗ് ക്വാളിറ്റിയിലാണെങ്കിലും എന്താ ഫുള്ള് നിങ്ങൾക്ക് ഒരു വ്യത്യാസം കാണാൻ പറ്റും. മുന്നേ അറിയണവരാണെങ്കിൽ ബൈ ദ വൈ അപ്പൊ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ഈ വീഡിയോന്റെ ഗോൾ എന്താ വെച്ചാൽ നമ്മളിതിൽ ഇതാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ള ഗണ്ണെന്ന് പറഞ്ഞത്. ഇതിന്റെ പേര് നമുക്കറിയില്ല, എന്തോ റൈഫിലാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഈ ഗണ്ണിന്റെ ഏതെങ്കിലൊക്കെ വാങ്ങാം, സിൽവറാ ഗോൾഡ് അല്ലെങ്കിൽ എങ്കിലൊക്കെ വാങ്ങാം. പൈസ ഇതിനൊക്കെ 12 വേണം. നമ്മളെ കയ്യിൽ ഇപ്പോൾ 5 ആയിട്ടുള്ളൂ. നമ്മളതിലെല്ലാം ഒപ്പിക്കണം. ഈ ഗണ്ണ് ഇങ്ങനെ വെക്കാൻ നോക്കുമ്പോൾ $600 അതങ്ങനെ കിട്ടുന്നുള്ളൂ. അതേമാതിരി അടുത്ത വീട്ടിൽ നമുക്ക് ഇതിൽ വണ്ടിയൊക്കെ മേടിക്കണം. അപ്പോൾ നമ്മൾ വണ്ടിയും തുടങ്ങാം. ആ കൊള്ളാലഞ്ഞുള്ളതിന് ഹെലികോപ്റ്റർ ഉണ്ടാകും. കൂടെ ഹെഡ്ഷോട്ട് ബോണസായിട്ട് 10 ഗോൾഡും. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ നമ്മൾ പറ്റ ചെറുതാക്കുന്നില്ല, വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ആക്കണം, ഷോർട്ട് ആക്കണം, നല്ലോണം എഡിറ്റ് ചെയ്യണം, അതാ മീംസ് ഒക്കെ കുറക്കണം എന്നൊക്കെ കമന്റ് ചെയ്യും. അപ്പോൾ ഇത് പന്നിവേട്ടയെന്നാ തോന്നുന്നു. ഫസ്റ്റ് വീഡിയോന്റെ മിസ്സാണല്ലോ. ഓക്കെ, എന്തോ റേനാനിമല ആമോ തീർന്നല്ല. നമ്മളതിൽ 93 ആമോ ഉണ്ട്. പേടിക്കണ്ട, നമുക്ക് അത്യാവശ്യം എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു. ചേട്ടാ എല്ലാം മിസ്സാകാണല്ലോ. ഇപ്പൊ ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാട്ടാ, എന്താണെങ്കിൽ സീരിയസ് ആയിട്ട് കമന്റ് ചെയ്യും. നമുക്ക് പലഹാരം ഉണ്ടാക്കാം. ഓക്കെ, നെക്സ്റ്റ് വിഷയിൽ 13 കൊല്ലാൻ പറയുന്നുണ്ട്. അടിക്കണ്ട, ഇത് ബോറടിപ്പിക്കത്തില്ല, അതൊരു അറ്റടിക്കാൻ തീർത്ത് കാണിച്ചു തരാം. അതൊക്കെ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് മിഷൻ നോർമൽ സ്റ്റൈലിൽ തന്നെയാണ്. 3 അനിമലിനെ പിടിച്ച് ബാഗിലാക്കണം 4 മിനിറ്റിലാണ്. ഇങ്ങനെ പോയാൽ നാളൊക്കെ ആകുമ്പോൾ നമുക്ക് മിഷൻ തീർക്കാം. അല്ലെങ്കിൽ കണ്ട, ഇതാണ് എൻ്റെ ഓട്ടം. എങ്ങനെ പോയാലും നമുക്ക് അടുത്ത ഒരു വണ്ടി മേടിക്കാം. ഇവിടെ എന്തോ ഒരു കാൽപാദമാര് എന്തോ സ്കാൻ ചെയ്തിട്ടുണ്ട്. എവിടുന്നോ ശബ്ദം കേൾക്കണ്ടല്ലോ. ഇതാ നിൽക്കുന്നൊരു മുതലി. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, കളക്ട് ചെയ്ത് വെച്ചേക്കാം. ഞാനത് സെല്ല് ചെയ്തു. ഇവിടെ ഒരെണ്ണം ഉണ്ട്. അത് പോയി. ഇനി 2 മിനിറ്റ് മുമ്പാടി നമുക്ക് മിഷൻ തീർക്കാൻ. ലെറ്റ്സ് ഗോ. അതും പോയെന്നാ തോന്നുന്നു. നിൽക്കുമ്പോൾ കിട്ടുമോ നോക്കാം. ഇവിടെ 2 ഉണ്ട്. വേറെ ഏതൊരു റയർ ആനിമലാണല്ലോ. ഇനി 30 സെക്കൻഡ് പോലും ഇല്ലല്ലോ. ഓക്കെ, സെറ്റ്. ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. ഈ സൈഡ് ക്വസ്റ്റ് ആയിട്ട് അവക്കായി ഒരു തവണ യൂസ് ചെയ്താൽ നമുക്ക് 20 ഗോൾഡ് കിട്ടും. അത് ചാർജ് ഇട്ടില്ല. അത് റെഡി ആവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി. ഓക്കെ, ഫിനിഷ്. ഇവിടെ എന്തൊരു കുഞ്ഞ ജന്തുവിനെ കാണുന്നുണ്ടല്ലോ. മേ ബി റാക്കൂൺ തന്നെ ആയിരിക്കും. റാക്കൂൺ തന്നെ. നമ്മൾ കുറച്ച് മുന്നേ ബ്ലീഡ് ചെയ്ത് കണ്ട് വിട്ട ആനിമൽ. ഡിയർ തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം അപ്പുറത്ത് വെച്ചുണ്ടാക്കുന്നത്. ഓക്കെ, അടുത്തത് 4 ബിയറിന് 6 മിനിറ്റ് കൊണ്ട് ബാഗ് ചെയ്യാൻ. പിന്നെ റേഞ്ച് ഫൈൻഡർ എത്തുമ്പോൾ 3 ആനിമലിനെ സ്പോട്ട്. ഇവിടെ നിന്ന് ഒരു ജന്തുവിനെ കാണാനില്ല. അയ്യോ, ഏതോ സ്ക്വാഡൊക്കെ ഉണ്ട് അവിടെ. സ്ക്വാഡ് മീൻസ് ഏതോ 2 സ്ക്വാഡാണ്. ഇപ്പൊ കണ്ടില്ല, നമ്മൾ ടാസ്ക് ഫിനിഷ് ആവുന്നുണ്ട്. ഇപ്പൊ ഒരു ആനിമൽ സ്പോട്ട് ചെയ്തപ്പോ ഒന്നും മാത്രം മെയിൻ ക്വസ്റ്റിലായിട്ട് വേണ്ട ബിയർ തന്നെയാണ്. 2 ഷോട്ട് സർവൈവ് ചെയ്തല്ലോ. ഇപ്പൊ ശരി തരാം. ഓക്കെ, അടുത്ത ആളിനവിടെ കാണണ്ടല്ലോ. ഓക്കെ, 2 കംപ്ലീറ്റ് ആയി. യെസ്, 3 ആ മിഷൻ തന്നെ കംപ്ലീറ്റ് ആയി. ഇവന്മാരെ വെട്ടിക്കുട്ടി ബാഗിലാക്കണം.
ഓ അങ്ങനെ ഒരു ഷോട്ടിൽ തന്നെ അവൻ ബ്ലേഡ് ആയി ചത്തു. അല്ല പിന്നെ അവൻ്റെ ഒരു കളക്ടിങ് ഇൻ പ്രോഗ്രസ്. 2 അയിഞ്ഞ് 2 പാടി കാണും. ഇത് ബഫേലായിരിക്കും. ഓക്കെ അടുത്ത പേർ. ഈ ബഫേൽ നമ്മളെ ടാസ്ക് ഉള്ളതല്ല, എന്നാലും എടുത്തേക്കാം. വാട്ട്, പക്ഷെ ഞാൻ പേരിനല്ലല്ലോ പിടിച്ചത്. വീണ്ടും വാവ്, നല്ല വൈബുള്ള പ്ലേസ് ആണല്ലോ. ഇവരൊക്കെ ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് വിടണം, അങ്ങനെ ഒരു ബ്ലീഡായി ചാവണം. അതാണ് നമ്മളെ ടാസ്ക്. ഓക്കെ, അപ്പൊ കുറെ നേരത്തിന് ശേഷം അതും തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എനിക്ക് തന്നെ ബോറടിക്കും, പക്ഷെ നിങ്ങൾക്ക് അപ്പൊ അതിനേക്കാളും ബോറടിക്കുന്നുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് കുറച്ച് സ്പീഡാക്കാം. നിങ്ങൾ കുറച്ച് സ്പീഡായി കാണിച്ചു തരാം. അതൊന്നും വേണം വേണ്ട അതിനെ പറ്റി നിങ്ങൾ കമന്റ് ചെയ്യാം. എന്തായാലും ഞാനിപ്പോ ചെയ്യാം. സോ നമ്മൾ പ്ലാനൊക്കെ ഒന്ന് മാറ്റി. ബിക്കോസ് ബോ വേണം ആ ലെവലിലും ചില ലെവലിലൊക്കെ ജയിക്കാൻ. ബോണ്ട് വേറെ യൂസ് ഒക്കെ ഉണ്ടാവും, ഒരടിക്ക് തന്നെ ചത്ത് കിട്ടും, അതേമാതിരി സൗണ്ട് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കുറെ ഭാഗം ഞാൻ ഇതിന് കട്ട് ചെയ്ത് കളയും. ബിക്കോസ് ഞാൻ വിചാരിക്കും വീഡിയോ ലോങ് ആക്കണം, പക്ഷെ ഞാൻ വിചാരിക്കും പിന്നെ ബോറടിക്കും. സോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ആകെ ജസ്റ്റ് ചെയ്യാനുള്ള ചുമ്മാ ഒന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നമ്മൾ അതേമാതിരി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര അതാണ് നിങ്ങളുടെ ജോലി. ഒന്നും നോക്കിയില്ല, നമ്മളെ ഫുള്ള് പ്രോ ആരോസൻ അങ്ങ് വാങ്ങിയിടുക. ഇനിയാണ് ചേഞ്ച്. നമ്മൾ ഗണ്ണൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കോപ്പ് മറ്റേ 2 മാറ്റിയതിന് ശേഷം 8x നമ്മളെ റേഞ്ചറിന്റെ മാക്സിമം എത്രയാണോ അത്ര സപ്രസർ ഫുള്ള് കിടിലാക്കുകയാണ്. സോ നമ്മളൊരു ചെറിയ ബിഗ് അല്ലെങ്കിലും ഒരു കിടിലം ചേഞ്ച് തന്നെ കഴിഞ്ഞ് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആമോ ബ്രോക്ക് മാറ്റി. അപ്പൊ പിന്നെ ഫുൾ അങ്ങ് പെർഫോമൻസ് കൂടുതൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഗെയിമിൽ ഇറങ്ങിയിട്ടുണ്ട്. നോക്കൂ, 8x ആണ്. നേരത്തെ പോലെ കഷ്ടപ്പാടൊന്നുമില്ല. ഒന്ന് ഷൂട്ട് ചെയ്ത് തുലക്കാനാണെങ്കിൽ ഇവിടെ ഒറ്റൊന്നിനെ കാണാനില്ല. ഓ ഐ ഫോർഗെറ്റ് ദാറ്റ്, നമ്മൾ ബോ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളായിരുന്നു. റീസ്റ്റാർട്ട് ചെയ്യാം. 12 seconds later. എപ്പറ്റും പോലെ ബോറടിപ്പിക്കാതെ നമുക്ക് ക്വിക്കായിട്ടുണ്ടെങ്കിൽ ചെയ്തേക്കാം. ഈ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ സിമ്പിളാണ് ബോ. ഇവിടെ ടൈമർ മിഷൻ ഫെയിൽ ആയിരുന്നു. സോ ഇപ്പോഴൊക്കെ കണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ താങ്ക് യു ഫോർ ഓൾ. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ മിക്കവാറും സാധാരണക്കാരി ബോറടിക്കുന്നുണ്ടോ. ഒന്നാമത് ഈ വീഡിയോ ഞാൻ വിചാരിച്ച അത്ര ലോങ് ആയിട്ടില്ല. ഞാൻ നല്ലോണം കട്ട് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തീർക്കുന്നുണ്ട്. ഒന്നാമത് എൻ്റെ മടിയോ അതൊന്നും കാരണമാണ്. പിന്നെ നിങ്ങൾ എന്ത് ചേഞ്ച് എടുത്തണെങ്കിൽ എന്താ ഇപ്പം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താ ഇൻട്രസ്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഈ അടുത്തേത് ഗെയിം കളിക്കണമെന്നാണെങ്കിലോ നിങ്ങളുടെ വീഡിയോസിൽ എന്ത് ചേഞ്ച് ചെയ്യണം വേണ്ടെങ്കിലോ എന്ത് തേങ്ങയാണെന്ന് വെച്ചാലും. പിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് അടിക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കണ്ടെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. സോ ചുമ്മാ ഒരു ചേഞ്ച് ആക്കി നോക്കിയതാണ്. പിന്നെ ടൈമൊന്നും കിട്ടുന്ന നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റും പാടി ചെയ്യാതാകുമ്പോൾ ഫുള്ള് നമ്മളെ മൂഡ് ഓഫ് ആണ്. സോ ഓക്കെ, അപ്പോൾ വിഷു ആണ്. ഓക്കെ, ബൈ.